നമുക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അർജു എന്ന് പറയുന്ന ഒരു റിവ്യൂ ആള് വന്നത്. അപ്പൊ ആളെ ഞാനൊന്ന് ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ കളിയാക്കിയിട്ട് ഞാൻ അവസാനം നല്ലതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അന്ന് എനിക്ക് 15,000 ഡിസ്ലൈക്കും 3,000 ലൈക്കും ഒരുപാട് തെറികളായിട്ടൊരു വീഡിയോ. ഒരു പക്ഷേ എന്റെ കൂടെ ഒന്ന് തുടങ്ങിയവരൊക്കെ ഇപ്പൊ ഭയങ്കര വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വല്ലയിടത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലൊക്കെ വന്നിങ്ങനെ കൂടി കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ നമ്മൾ നിലനിന്ന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺ എന്നും വീഡിയോസ് ഇടണം. ഞാൻ എവിടെ ഇരുന്നാലും അപ്പൊ ഫോട്ടോ എടുക്കും. ഞാൻ ഒരു മെമ്മറി സൂക്ഷിക്കുന്ന ആളാണ്. വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് നിനക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം, നീ പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണം, നിനക്ക് നാളല്ലേ. പാറക്കുട്ടന് ഇഷ്ടം പോലെ പേരുണ്ടാവും. പാറക്കുട്ടൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് വിജയിനെയാണ്, എനിക്കിനി വേറൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ പേരിടുന്നത് നയൻതാരയാണ്. അതൊക്കെ ഞങ്ങൾ മുന്നേ ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആളുകൾ എന്റെ ശത്രുക്കളായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവും, എന്റെ മിത്രങ്ങൾ ഒരിക്കലും കാണാനായിട്ട് വഴിയില്ല. Hi, hello guys. Welcome to yet another episode of Stories of My Choice. So, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മറ്റാരുമല്ല, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് വെറൈറ്റി ഓഫ് വ്ളോഗുകൾ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അലിമ ആൻഡ് പാറക്കുട്ടി. വെൽക്കം ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വെൽക്കം പാറക്കുട്ടി. ഹായ് പറ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ചേച്ചിയുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ജേർണി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതൊരു കഥയാണ്, ഞാൻ ചെറുതാക്കി പറഞ്ഞുതരാം. നമുക്ക് കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഇവള് ജനിച്ച് ഒരു വർഷം ആവുന്നതിന് മുമ്പ് നമുക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ജോലിയൊക്കെ ഉണ്ടായിരുന്നില്ല, ജോലി റിസൈൻ ചെയ്ത് നമുക്ക് മോളെ നോക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ നോർമലി യൂട്യൂബ് ഒക്കെ കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ തോന്നി നമ്മൾ ഈ പൈസ എന്നതിലുപരി നമുക്കൊരു സമയം പോകണം, ഒരു ബോറടി മാറ്റണം. അപ്പൊ തുടങ്ങിയതാണ് ഞാൻ ഈ യൂട്യൂബ്. അപ്പൊ എല്ലാവരും വിചാരിക്കും കൊറോണയുടെ സമയത്ത് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നല്ലോ, ആ സമയത്ത് തുടങ്ങിയത്. ഒരിക്കലും ഞാൻ അതിന് മുമ്പ് തുടങ്ങിയതാണ്. എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പാറക്കുട്ടൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കൊറോണ ടൈം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഭയങ്കര സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരുപാട് കോണ്ടന്റ് ക്രിയേഷന്റെ ഇടയിൽ ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് അന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഫാക്ടർ എന്തായിരുന്നു? അത് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലൊന്നും അങ്ങനെ ആർക്കും അറിയില്ല, അങ്ങനെ യൂട്യൂബ് ഇടുന്നുണ്ട്, ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറയും എന്നല്ലാതെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്റെ ഒരു കസിൻ സിസ്റ്റർ ആണ്. ചക്കര എന്നാണ്, അനു എന്നാണ് ശരിക്കുള്ള പേര്. അവളാണ് മെയിൻ. എനിക്ക് ട്രൈപോഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവള് തൊട്ടടുത്താണ് വീട്. അപ്പൊ അവള് വിളിക്കും, അപ്പൊ അവൾ ഇങ്ങനെ പിടിച്ചു തരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബക്കറ്റിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ വെക്കും. അപ്പൊ അവളുടെ കൈ ഇങ്ങനെ സ്ട്രെക്ക് ആയിട്ടിരിക്കും. അങ്ങനെ അവളാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരുന്നത്, അവളാണ് എല്ലാവരിലേക്കും എത്തിച്ചിരുന്നത്. അല്ലാതെ ഒന്നുമില്ല. പിന്നെ ആ സമയത്ത് ഭയങ്കര റീച്ചായിരുന്നു വീഡിയോസ്. മെയിൻ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കുക്കിംഗ്, ഗാർഡനിങ്. അപ്പൊ എന്റെ വീഡിയോസ് ആ സമയത്ത് ഗാർഡനിങ് അങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സീസണിലും ഓരോ വീഡിയോസ് ആണ് എന്റെ ഇങ്ങനെ കയറി വൈറലാവുന്നതൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ചേച്ചിയുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ചേച്ചി ഒരൊറ്റ കാര്യത്തിലല്ല, പലതരം കാര്യങ്ങളിൽ ഭയങ്കര ഒരു മികച്ച കഴിവ് പ്രകടിപ്പിച്ച ഒരാളാണ്. മോഡലിങ്, റിവ്യൂസ്, പിന്നെ വ്ളോഗിങ്, ഫുഡ് വ്ളോഗിങ്, അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അടുത്തത് ഇന്ന വീഡിയോ ചെയ്യണം, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ വരുന്നത്? അതായത് നോർമലി നമ്മൾ വീഡിയോ ഏത് യൂട്യൂബർ സ്റ്റാർട്ട് ചെയ്യാ കുക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവ്യൂ ആയിട്ടായിരിക്കും. അപ്പൊ നോർമലി അങ്ങനെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടായിരുന്നു. ഞാനതൊരു സെക്കൻഡ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തു. പക്ഷെ റിവ്യൂലായിരുന്നു കുറച്ചും കൂടി എനിക്ക് കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി മേക്കപ്പ് സാധനങ്ങളും പിന്നെ ഉണ്ണിക്ക് ഇവള് ചെറുതായിരുന്നപ്പോൾ ഇവളുടെ കുറെ കോസ്മെറ്റിക് കുഞ്ഞിയ ക്രീമുകൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നോർമലി ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയ വീഡിയോസ് ഒക്കെ എനിക്ക് 200-300 വ്യൂ ഒക്കെ കിട്ടിയെന്നുള്ളൂ. അങ്ങനെ നമ്മളൊരു വിഷുക്കാലം എത്തിയപ്പോൾ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയപ്പോ അമ്മ വെറുതെ ഒരു ചക്ക വറക്കണം. ഞാൻ ചുമ്മാ അങ്ങനെ വെറുതെ ബ്ലറായിട്ടൊക്കെ വീഡിയോ എടുത്തു. പക്ഷെ അത് ചുമ്മാ കയറി ഒരു 3.5 ലക്ഷം വ്യൂസ് ആയി. അങ്ങനെ അത് കഴിഞ്ഞു. എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ കയറിയ ഒരു സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. പിന്നെ കയറിയത് എന്താന്ന് വെച്ചാല് പിന്നെ ഒരു വീണാസ് കറി വേൾഡ് ഭയങ്കര പോപ്പുലർ ആണ് തൃശ്ശൂരിൽ. ആളൊരു മത്സരം വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ. അതില് നമ്മള് ഒരു വിന്നറായി. അപ്പൊ ആ സമയത്ത് വീഡിയോസ് ഒക്കെ കുറച്ച് വൈറലായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അർജു എന്ന് പറയുന്ന ഒരു റിവ്യൂ ആള് വന്നത്. അപ്പൊ ആളെ ഞാനൊന്ന് ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പൊ എനിക്കിങ്ങനെ ട്രെൻഡ് അനുസരിച്ച് ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ആളെ സത്യം പറഞ്ഞ കളിയാക്കിയിട്ട് ഞാൻ അവസാനം നല്ലതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അന്ന് എനിക്ക് 15,000 ഡിസ്ലൈക്കും 3,000 ലൈക്കും ഒരുപാട് തെറികളായിട്ടൊരു വീഡിയോ എന്റെ വൈറലായി. പിന്നെ അവിടെ ഞാൻ കുറച്ച് റിവ്യൂ വീഡിയോയിലേക്ക് കടന്നു, അതായത് ഇങ്ങനെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോസ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് കൊറോണയുടെ ഇത് വന്നത്. ആ സമയത്ത് കുറച്ച് പ്ലാന്റ്, ചട്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടു. അങ്ങനെ ചില ചട്ടി വീഡിയോ ആയി. അപ്പൊ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ അതവിടെ വെച്ച് നിർത്തി. അങ്ങനെ അങ്ങനെ ഓരോ സീസണിൽ ഞാൻ പിന്നെ കുറച്ച് ഗ്യാപ്പിടും. ഒരു പക്ഷെ എന്റെ കൂടെ ഒന്ന് തുടങ്ങിയവരൊക്കെ ഇപ്പൊ ഭയങ്കര വലിയ യൂട്യൂബേഴ്സ് ആയി. അന്ന് ഞാൻ ശരിക്കും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ വലിയ നിലയിലെത്തിയതേ.
അങ്ങനെ പിന്നെ പതിയെ പതിയെ ഇപ്പൊ ഇൻസ്റ്റ അതേപോലെ തന്നെ മോഡലിംഗ് അങ്ങനത്തെ രംഗത്തിലേക്ക് വന്നു. അപ്പോൾ മോഡലിംഗ് കുറേ നാൾ കൊണ്ട് കിടന്നു. മോഡലിംഗ് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ യൂട്യൂബ് മെയിൻ ആയിട്ട് ഞാൻ റവന്യൂവിനൊക്കെ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു 5 വർഷം കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് നോക്കും, ഇപ്പോഴും അതെ എടുത്ത് നോക്കുമ്പോൾ ഇവള് പറയണ്ടോ അമ്മ അങ്ങനെയായിരുന്നോ അമ്മ ഇങ്ങനെയായിരുന്നോ അങ്ങനെ. അപ്പൊ എനിക്കത് സന്തോഷമാണ് കാണുമ്പോൾ. അപ്പൊ ഒരു പക്ഷേ ഞാൻ പറയാറുണ്ട്, ഞാൻ വയസ്സാവുമ്പോൾ എനിക്ക് വീഡിയോ കാണുമ്പോൾ വീഡിയോസുകൾ ഒരിക്കലും പോവില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, കൂടുതലൊന്നുമില്ല അല്ലെ വരുവാ. അപ്പൊ ചേച്ചിയുടെ പുറത്ത് റീസെന്റ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ പാറുക്കുട്ടിയാണ് അതിലെ താരം. പാറുക്കുട്ടിയുടെ സ്കൂൾ വിശേഷങ്ങളോ? പാറുക്കുട്ടിക്ക് സ്കൂളൊക്കെ ഇഷ്ടായോ? എങ്ങനെ പോകുന്നു സ്കൂളൊക്കെ? കൊണ്ടാക്കുന്നിട്ട് ടീച്ചറുടെ പേര് കൂട്ടുകാരികളുടെ പേര് അറിയില്ല, പക്ഷെ കൂട്ടുകാരി ഉണ്ട് അല്ലേ? ടീച്ചറുടെ പേര് അതും അറിയില്ല. അപ്പൊ ഫസ്റ്റ് 3 ദിവസമായിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എണീക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴികെ ബാക്കി അവള് ഭയങ്കര ഹാപ്പിയാണ് പോകാനായിട്ട്. അപ്പൊ ഞാൻ എന്നൊരു വ്യക്തി പെട്ടെന്ന് ഇവളെ രാവിലെ നേരത്തെ ആക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര റെസ്പോൺസിബിൾ ആണ് അമ്മ എന്നുള്ളൊരു പദവി. സാധാ ചുറ്റി നടന്നിരുന്ന ഒരു ഇതിന് മാറി ഇവള് സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയപ്പോ ഞാനും ഭയങ്കര റെസ്പോൺസിബിൾ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോസ് എടുത്തു തുടങ്ങാം. അങ്ങനെ ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ്, അവളുടെ ഷോപ്പിംഗ് കാര്യങ്ങള്, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ഇനി മാറും അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഇപ്പത്തെ ലൈഫ് സ്റ്റൈൽ വരുന്നത് കേട്ടോ. അപ്പൊ ചേച്ചി ഇപ്പോ 5 വർഷത്തിൽ കൂടുതലായി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും സ്ട്രേഞ്ചസ്റ്റ് ആയിട്ട് ഒരു മൊമെന്റ് എന്തായിരുന്നു? ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിനോ യൂട്യൂബിനോ അല്ലെങ്കിൽ കമന്റ് വഴിയോ വന്ന ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു? അതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ, അതായത് ഞാൻ MBA ഗ്രാജുവേറ്റഡ് ആണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ ആ ഒരു സമയത്ത് ജോലി കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് ഞാൻ കുട്ടികള് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോ അവൾക്ക് ഭ്രാന്താണോ, ആ സമയത്ത് ഞാൻ കുറച്ചൊക്കെ നന്നായി പഠിക്കായിരുന്നു. അപ്പൊ അവര് വിചാരിക്കും ഞാനൊരു യൂട്യൂബിന് പിന്നാലെ ചെടി പ്ലാന്റ് ചട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അപ്പൊ അവര് കുറച്ച് പേര് മെസ്സേജ് അയക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ ഉടനെ യൂട്യൂബ് നിർത്തി. പിന്നെ ഞാൻ ടീച്ചിങ് ആണ് എന്റെ പ്രൊഫഷൻ. ടീച്ചിങ്ങിലേക്ക് ഞാൻ തന്നെ പോയി. പിന്നെ ടീച്ചിങ് ആയി ലോകം. പിന്നെ അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അവര് ട്രോളും, അതൊക്കെ രസമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു അർജു എന്ന് പറഞ്ഞ വീഡിയോ, അപ്പൊ അതിൽ ഒരുപാട് കമന്റ്സ് വന്നു. ഒരുപാട് സത്യം പറഞ്ഞ തന്തയ്ക്ക് വിളിയൊക്കെ വന്നപ്പോ ഞാൻ അത് ഭയങ്കര സ്ട്രെസ്ഡ് ആയി. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ സ്മൂത്ത് ആയിട്ട് തന്നെ പോയിക്കൊണ്ട്. കാരണം നമ്മൾ കുറച്ചും കൂടി ലൈഫ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോർമലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഒന്നും എനിക്ക് അങ്ങനെ ബാഡ് കമന്റ്സ് ആയിട്ടൊന്നുമില്ല. പിന്നെ വല്ലയിടത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷം, അതിൽ കൂടുതൽ ഒന്നുമില്ല. അപ്പൊ ഈ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ എങ്ങനെ നേരിടുന്നത്? ലൈക്ക് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാന്ന് പറയുമ്പോ ആദ്യമൊക്കെ ഞാൻ അവർ പറയുമ്പോ നമ്മളിങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമന്റ്സ് കൊടുത്തു. പിന്നെ അതിൽ കൂടുതൽ കമന്റുകൾ വരുമ്പോഴാണ് നമുക്ക്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എല്ലാ കമന്റ്സുകളും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അതൊന്ന് റിപ്ലൈ കൊടുക്കുന്ന പോലെ എഴുതും. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് കുറെ കമന്റ്സുകൾ അതിലും വൃത്തികേടായിട്ട് വരുമ്പോ പിന്നെ നമ്മൾ നൈസായിട്ട് ഒന്നും മിണ്ടാതിരിക്കുക, എന്തെങ്കിലും ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ നോർമലി ഇപ്പൊ ഇൻസ്റ്റയിൽ പോലും ഫുഡ് വ്ളോഗ്സിന്റെ വീഡിയോ ഇടുമ്പോൾ പോലും പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മൾ അതിനൊക്കെ ഇങ്ങനെ കമന്റ്സ് ചെയ്യാനിരുന്നാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കമന്റ്സുകളൊക്കെ വരുന്ന റീച്ചിന്റെ ഭാഗമായിട്ടാണ്. സോ ഞാനത് സന്തോഷിക്കും. അപ്പൊ പോന്നോട്ടെ എന്ന് വെച്ച് നമ്മൾ അങ്ങനെ ഇരിക്കും, അത്ര തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫുഡ് ബ്ലോഗിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ മോസ്റ്റ് ഓഫ് ദ വീഡിയോസും പ്രൊമോഷണൽ വീഡിയോസ് ആണ്, അത് സ്വയമായിട്ട് ചെയ്യുന്ന വീഡിയോസ്. അതായത് നമുക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ നമ്മൾ നിലനിന്ന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺ എന്നും വീഡിയോസ് ഇടണം, എന്നാൽ മാത്രമേ ഇതാവുള്ളൂ. ഇപ്പൊ യൂട്യൂബിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നും വീഡിയോസ് ഇട്ടില്ല. അപ്പൊ നമ്മളെ യൂട്യൂബ് നമ്മൾ തന്നെ തഴയും. ഇൻസ്റ്റ അങ്ങനെ തന്നെ, രണ്ടും ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു 4 വീഡിയോ ഇടണമെങ്കിൽ അതിൽ 2 ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കും. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കടയിലെ നമ്മൾ കുറച്ച് പേയ്മെന്റ് ഒക്കെ വാങ്ങിച്ച് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ എത്തിക്കുന്നു. അപ്പൊ വേറെ 2 വീഡിയോ ഇടുന്നത് നമ്മൾ പോയി പൈസ കൊടുത്ത് വാങ്ങി റെഗുലറായി പോകുന്ന എന്താ പറയാ കടകളിലായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുക. നോർമലി നമുക്ക് സന്തോഷം, അവർ വീഡിയോ കാണുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നു, അത് അവർക്കും സന്തോഷം. ചിലർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ആ വീഡിയോ കണ്ടായിരുന്നു, താങ്ക് യു. ചില കടക്കാര് തിരിച്ചും ചെയ്യാറുണ്ട്. ചില വിഷമാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് കൂടുതലായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് മീഡിയമായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഫുഡ് കഴിച്ച് നല്ല റിവ്യൂസ് ആയിട്ടും പറയും. മിക്കതും മോശം ഞാൻ പറയാറില്ല, നല്ല റിവ്യൂ ആയിരിക്കും പറയാം. അവര് നമ്മൾക്ക് വീഡിയോ എടുക്കാമെന്ന് കണ്ടാലും അവര് പറയും ആ ചേട്ടാ ഇത്ര രൂപ തന്നെയായി. സത്യം പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ നല്ല ഹ്യൂജ് എമൗണ്ട് വരിക. നമ്മള് ഫ്രീ ആയിട്ടൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ ചിലർ പറയും ഞങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ഫീൽ ആയിരിക്കും നമ്മളൊരു ഉപകാരം ചെയ്യുന്നത് അവര് എനിക്കറിയില്ല, ചിലപ്പോൾ ഹൈജീൻ കുറവ് അവർ പേടിക്കുന്നുണ്ടായിരിക്കും, അറിയില്ല. അങ്ങനെ ചില ഇതൊക്കെ വരാ. അതിനുപരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഫുഡ് അടിച്ച് അല്ലേ, പാറുക്കുട്ടനെ ഭയങ്കര വൈറലായി. അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നമ്മൾ കാലും കൈയൊക്കെ പിടിക്കണം ഒരു വീഡിയോയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല റിവ്യൂ പറയുകയാണെങ്കിൽ. അവളൊക്കെ സിൻസിയർ ആയിട്ട് പറയുള്ളൂ, കാരണം നമ്മളൊക്കെ കൂടുതൽ കുട്ടികൾ നല്ല സിൻസിയർ റിവ്യൂ ആയിരിക്കും പറയണ്ടാവാട്ടോ. അങ്ങനെ
അപ്പൊ രണ്ടുപേരും നല്ല ഫുഡീസ് ആണ്. പാറുക്കുട്ടി അത്യാവശ്യം നല്ല ഫുഡിയാണ്, വീഡിയോസ് ഒക്കെ കണ്ടുവരുന്ന സമയത്ത്. അപ്പൊ പാറുക്കുട്ടി തിന്നാറില്ല, കഴിക്കുക എപ്പോഴും. ഫ്രഞ്ച് ഫ്രൈസിന്റെ ആരാധികയാണ് ഞങ്ങൾ അല്ലെ. ഓക്കെ, അതാണ് എപ്പോഴും കഴിക്കുക. പാറുക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം ഏതാ? ഈ ഫ്രഞ്ച് ഫ്രൈസ് അല്ലാതെ? ഫ്രഞ്ച് ഫ്രൈസ് അല്ലാണ്ട് വേറെ പറ. ഇഷ്ടപ്പെട്ട ഫുഡ് കടല പറ. കടല ഭയങ്കര ഇഷ്ടമാണ്. കടല എങ്ങനെ വെച്ചു കൊടുത്താലും കടല കുറെ കഴിക്കുന്ന ഒരു ഫുഡാണ് കടല വെച്ചു കൊടുക്കുക എന്നുള്ളത്. അത് തന്നെ എനിക്ക് വലിയ പണികളൊന്നുമില്ല. കടല വെച്ചു കൊടുത്താൽ മതി. 3-2 ദിവസമൊക്കെ ആണെങ്കിൽ കടലയുമ്പോ പൊക്കോളും അല്ലേ വേറെ. ഓക്കെ, അങ്ങനെ. അപ്പോ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗിങ്ങും അല്ലെങ്കിൽ വ്ളോഗിങ് മാത്രല്ല, കിഡിലെ മോഡലും കൂടിയാണ്. അപ്പോ ചേച്ചി ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ? അതെ, അല്ലാണ്ട് പിന്നെ ഞാൻ എവിടെ ഇരുന്നാലും അപ്പൊ ഫോട്ടോ എടുക്കും. ഞാൻ ഒരു മെമ്മറി സൂക്ഷിക്കുന്ന ആളാണ്. എനിക്ക് 1 TB 2 TB യുടെയും എന്താ പറയാ ഹാർഡ് ഡിസ്ക് ഒക്കെ അറിയാം. എന്റെ തല എന്റെ ഫുൾ സൈസ് ഇപ്പൊ ഇവളും കൂടി ഉണ്ട്. എല്ലാത്തിലും ഇപ്പൊ ഇവളും കൂടി വരും. അങ്ങനെ ഫോട്ടോസ് ഇപ്പൊ ഞാൻ മോഡലിംഗിൽ പോവാണെങ്കിലും ഒരു ടൈപ്പ് ഫോട്ടോഷൂട്ട് ചെയ്ത് അതിലൊരു ഫോട്ടോ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെക്കും. അപ്പൊ വീട് നിറച്ച് ഫോട്ടോസ് ആണ്. എവിടെ പോയാലും കുഞ്ഞൊരു വീടാണ്. അപ്പൊ അതിനുള്ളിൽ ഫുൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫോട്ടോ എടുക്കാനും ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഇവള് പറയും എന്റെ അമ്മ ഒരു വലിയൊരു സംഭവമായിരുന്നു, പിന്നെ ഇപ്പൊ തള്ളവൈപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അറിയില്ല ഇനി എങ്ങനെയാവും. അപ്പൊ ഇപ്പൊ മോഡലിങ്ങിന് സമയം കിട്ടാറില്ല. കുറെ പേര് വിളിക്കാറുണ്ട്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണം. കുറച്ച് തടിയൊക്കെ കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കി കുറച്ച് മോഡലാണ് വിചാരിച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ ഇതിനേക്കാൾ ഉപരി ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതൊന്നും അല്ലാതെ ഫുഡ് വ്ളോഗിങ്ങും ഷൂട്ടിങ്ങും ഒന്നും അല്ലാതെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? മെയിൻ ആയിട്ട് ഗാർഡനിങ് ആണ്. എനിക്ക് എല്ലാവരും പറയും ട്രാവലിംഗ് ആണ് ഇഷ്ടം. എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര, എനിക്കാണെങ്കിൽ ഇടയ്ക്ക് എന്താ പറയാ വാഷ്റൂമിൽ പോകാൻ തോന്നും, അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറും, എനിക്ക് അല്ലെങ്കിൽ ഫുഡ് അടിക്കണം. അങ്ങനത്തെ എനിക്ക് ഭയങ്കര നെഗറ്റീവാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഗാർഡനിങ്, ചെടികള്, ഫുൾ വീട്ടിലൊക്കെ അറിയാം അങ്ങനെയാണ്. മീന് അങ്ങനെ, പിന്നെ എപ്പോഴും ഒതുക്കി വെക്കുക. OCD അസുഖമുള്ള ആളാണ്. അങ്ങനെ അപ്പൊ ഞാൻ വീഡിയോ എടുക്കും. അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള എന്റെ ഹോബി എന്ന് പറയുന്നത് അതാണ് അല്ലെ. വീഡിയോ എടുക്കുന്ന ആള് ഇവളാണ്. പാറുക്കുട്ടിയാണോ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കാൻ? അതെ, അവളുള്ള ദിവസം അവളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പൊ നമുക്ക് പാറുക്കുട്ടിയോട് ചോദിക്കാം, അമ്മയുടെ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോ പാറുക്കുട്ടിയുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇഷ്ടമാണോ പാറുക്കുട്ടിക്ക്? അതൊക്കെ ഭയങ്കര ഇഷ്ടാ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ? മാഗി ഉണ്ടാക്കുന്ന ദിവസം പാറു എണീക്കെന്ന് പറയുമ്പോൾ ചാടി എണീറ്റ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ഭയങ്കര എനിക്ക് നന്നായി എടുത്തു തരും കേട്ടോ. അതിന്റെ കാര്യത്തില് വലിയ ഇതൊന്നുമില്ല. അപ്പൊ ഇപ്പോഴും ചേച്ചിനെ കുറെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആരാണ് ഈ ഒരു വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ആരുമില്ല. ഇപ്പൊ എന്റെ ക്ലോസ് ഫ്രണ്ട് അരുണുണ്ട്. ആളാണ് കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ, വീഡിയോ എടുത്ത് തരാനും സപ്പോർട്ട് ചെയ്യാനും. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മളെ എന്താ പറയാ നമ്മളൊരാളെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മളൊരാളെ സപ്പോർട്ട് നോക്കുന്നുണ്ട്. അമൽ എന്നാണ് പേര്. അപ്പൊ പിന്നെ ഫുഡ് അടിക്കാൻ ഞങ്ങളുടെ കൂടെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഷെഫീഖ്, അങ്ങനെ കുറച്ച് പേരുകളുണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അല്ലാതെ വേറെ ആരും അങ്ങനെ ഇപ്പൊ വീട്ടുകാര് എന്ന് പറയാനൊന്നും ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറൊന്നുമില്ല. കാണും, വിളിച്ചു പറയും കൊള്ളാം. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നൈബേഴ്സ് അവരൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറില്ല. എന്നാലും ഇപ്പൊ ഫുഡ് വ്ളോഗ്സ് മെയിൻ ആയിട്ട് അങ്ങനെയാണ്. പിന്നെ സ്റ്റുഡൻസ് ആണ് ഞാൻ എടുക്കാൻ, എന്താ പറയാ പഠിപ്പിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അവരാണ് സപ്പോർട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു Q&A സെഷനിലേക്ക് പോവാം. ഓക്കെ, ചെറിയ നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞല്ലോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവാം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അങ്ങനെ വന്നൊരു ഏറ്റവും കൂടുതൽ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് എന്തായിരുന്നു? ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കമന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കമന്റ് ഉണ്ടാവില്ല, അത് ഭയങ്കര വായിച്ചപ്പോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയ ഒരു ടൈപ്പ് ഓഫ് കമന്റ് ഏതായിരുന്നു? അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ പലയിടത്തുനിന്നും പൊട്ട ഫുഡൊക്കെ പിടിക്കാറുണ്ട്. പിടിച്ച വീഡിയോസ് ആണ് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വ്ളോഗ് ചിലപ്പോൾ നമ്മള് അവർ പ്രൊമോഷൻ തരാണ്ട് തന്നെ, നമ്മളിപ്പോ ഫുഡീസ് ആണല്ലോ, ചിലപ്പോൾ ഫുഡൊക്കെ കയറി കഴിക്കും. അപ്പൊ അതിന്റെ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് നിനക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം, നീ പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണം, നിനക്ക് നാണല്ലേ, അല്ലെങ്കിൽ ചില വീഡിയോസിൽ പറയും നിന്റെ മുഖം നോക്ക്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ ഫിസിക്കലി ഹരാസ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് താഴെ ഇടാറുണ്ട്. അതൊക്കെ കാണുമ്പോ ഒരു ചിലപ്പോ പഴയ ഹോട്ടലുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഇവിടെ. ഇപ്പൊ എന്താ പറയാ രാധാകൃഷ്ണ, ഭാരത്, അങ്ങനത്തെ ഹോട്ടലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ നമ്മൾ അതിൽ ഫുഡ് കയറി ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പൊ ചിലവർ ചോദിക്കും എന്തിനാണ് നിനക്ക് അറിഞ്ഞൂടെ ഇത് ഈ ഹോട്ടൽ, നീ ഇപ്പോഴാണ് അറിയണമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും എനിക്കറിയാമെന്ന്. അപ്പൊ
അവരിങ്ങനെ ബാഡ് ആയിട്ട് നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ നിന്റെ തന്തയാണോ ഇതിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ തന്തയ്ക്കുള്ളിലേക്ക് വരാറുണ്ട്. അതിനെ ചിലവര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറെ പേര് പറയാറുണ്ട്. അങ്ങനെ അല്ലാണ്ട് വലിയ ഫുഡ് തന്നെ വലിയ രീതിയിൽ നമുക്ക് ഇൻസ്റ്റയിൽ വരാറില്ല. പിന്നെ വല്ല റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴാണ് യൂട്യൂബില് അങ്ങനെ നമ്മളെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും. അവരിങ്ങനെ കുത്തി ചോദിക്കും എന്താണ്, അവരെവിടെ, ഇവരെവിടെ. അപ്പൊ നമ്മളത് ഹേർട്ട് ചെയ്യും. പക്ഷെ നമ്മളതൊന്നും ഇഗ്നോർ ചെയ്ത് വിടും, കമന്റിന് റിപ്ലൈ ചെയ്യില്ല. ഓക്കെ, ഗുഡ്. പിന്നെ ഇപ്പൊ നമ്മുടെ വ്ളോഗിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വീഡിയോയിൽ കുക്കിന്റെ വൈഫും വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇനി ഏതെങ്കിലും സെലിബ്രിറ്റി കപ്പിൾസ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിനെ കൊണ്ടുവരണം വ്ളോഗിൽ എന്ന് ആഗ്രഹമുണ്ടോ? ആക്ച്വലി കുക്കുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ ദീപ എന്റെ ചങ്കായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഞാൻ ഒരു വർഷം സീനിയറും അവള് ജൂനിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ കൊറോണയൊക്കെ വിട്ട് നിൽക്കുന്ന സമയം തോന്നുന്നു. ആ സമയത്താണ് അവരായിട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്തത്. അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അങ്ങനെ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുറെ സെലിബ്രിറ്റീസ് ആയിട്ട് അറിയാം. പക്ഷെ അവരൊക്കെ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് അവർ ഓൾറെഡി ബിസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവര് നമ്മളെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അപ്പൊ നമ്മള് അവരെയും ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പൊ അന്ന് ദീപയുടെ അടുത്ത് തന്നെ ചോദിച്ചപ്പോ അവരുടെ ഡാൻസ് എന്താ പറയാ അങ്ങനെ ഭയങ്കര പെട്ടെന്ന് തൃശ്ശൂർ വന്നപ്പോ എന്നെ വിളിച്ച് വീഡിയോ തന്നതാണ്. അങ്ങനെ അല്ലാതെ സെലിബ്രിറ്റീസ് എന്നൊന്നും പറയാനായിട്ട് നമ്മള് ചോദിക്കാറില്ല. ആരും വരണം ആഗ്രഹം ഉണ്ടല്ലോ, അങ്ങനെ ഒരാളാരാണ് എന്റെ വീഡിയോയിൽ വരണം? ഇയാളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഐ വാണ്ട് ടു മീറ്റ് ദിസ് പേഴ്സൺ എന്ന് തോന്നിയൊരു വ്യക്തി. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും? പാറക്കുട്ടനെ ആരെങ്കിലും കാണണമെന്നുണ്ടോ? അങ്ങനെ ഇഷ്ടമുള്ള പാറക്കുട്ടന് ഇഷ്ടം പോലെ പേരുണ്ടാവും. പാറക്കുട്ടൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് വിജയിനെയാണ്. എനിക്കിനി വേറൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ പേരുണ്ടെന്ന് നയൻതാരയാണ്. അതൊക്കെ ഞങ്ങൾ മുന്നേ ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ പാറക്കുട്ടന്റെ ക്രഷ് എന്ന് പറയുന്ന ആരവാറോ ഇരിക്കി പാറക്കുട്ടന്റെ ക്രഷ് എന്താ പ്രണവ് മോഹൻലാലാണ്. ഓരോ സിനിമ പിന്നെ ആരാ? അയ്യോ, ഷാരൂഖ് ഖാൻ ഉണ്ട്, അത് ഫസ്റ്റത്തെ. ഇപ്പൊ രണ്ടാമത്തെ ആളിങ്ങനെ ഓരോ സിനിമ കാണുമ്പോ ആരാണോ അവളെ ഇംപ്രസ് ചെയ്യുന്നത്? രംഗണ്ണനാണ്. അങ്ങനെ ഇപ്പൊ രംഗണ്ണനെ കാണാൻ ആലപ്പുഴ പോണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കണം. അപ്പൊ അവളനുസരിച്ചിട്ട് മറ്റേ ഹിപ്സ്റ്റർ അല്ലേ, ഹിപ്സ്റ്റർ എല്ലാ വീഡിയോസിനും കയറി ലൈക്ക് ചെയ്യണതാണ്. എന്ത് അവളുടെ ഇഷ്ടം. അപ്പൊ ഇഷ്ടമുണ്ട്. ആരെ കല്യാണം കഴിക്കണ്ടേ? വിജയ്. അയ്യോ, വിജയനെ പറ്റി പറഞ്ഞില്ല. വിജയ് എനിക്ക് സൂര്യനെ ഇഷ്ടം, പറഞ്ഞു വിജയിന് ഇഷ്ടം. മോഹൻലാലിന് പറഞ്ഞു ഇഷ്ടം, എനിക്ക് മമ്മൂട്ടിന് ഇഷ്ടം. അപ്പൊ ഞങ്ങള് മോഹൻലാലിന് ഇഷ്ടല്ലേ? ഓ, രക്ഷപ്പെട്ടു. അങ്ങനെ അവള് ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്റെ ഇഷ്ടമാണ്. പിന്നെ കല്യാണം കഴിക്കണം, വീട്ടിൽ പോകണം, സംസാരിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെ വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഫുഡ് ആണെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? ഇഷ്ടമുള്ള ഫുഡ് എപ്പോഴും എനിക്ക് സദ്യയാണ്. ഞാൻ എനിക്ക് ബിരിയാണി വേണോ വാങ്ങിച്ചിരണോ എന്ന് ചോദിച്ചാലും ഞാൻ പറയും സദ്യ ഉണ്ടെങ്കിൽ ഞാൻ സദ്യ. ഏത് പൂരത്തിനും അല്ലെങ്കിൽ പൂരത്തിനാണല്ലോ മെയിൻ ആയിട്ട് അതിന് മുമ്പ് ദിവസങ്ങൾ നമ്മുടെ ഊട്ടം കൊടുക്കണം. അവിടെ ഞാൻ എത്താനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടണോണ്ടല്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു സാമ്പാർ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സംതൃപ്തിയാണ്. അപ്പൊ ഞാൻ സദ്യ ഫാനാണ്. എന്റെ പക്ഷെ വീഡിയോസിൽ സദ്യ ഭയങ്കര കുറവാണ്. നമ്മുടെ തൃശ്ശൂര് സദ്യകൾ അങ്ങനെ കിട്ടല് ഭയങ്കര കുറവാണ്, റെസ്റ്റോറൻറ്റ്സ് ആണ്. പക്ഷെ എനിക്ക് സദ്യയോടാണ് ഭയങ്കര ഇഷ്ടം. ഈ നല്ല സദ്യ കിട്ടുന്ന ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ട് പിഷാരടിയാണ്. നമ്മുടെ പിഷാരഡീസിൽ കിട്ടും. പിന്നെ ഇപ്പൊ താലി മീൽസ് ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഥില, വൈറ്റ് പാലസ് അവിടെയൊക്കെ കിട്ടും. അങ്ങനെ മെയിൻ ആയിട്ട് കിട്ടുന്ന സ്ഥലം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എപ്പോഴേലും ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് പകുതി വെച്ച് ഇതിപ്പോ എന്താ ഞാൻ ഷൂട്ട് ചെയ്തേ, ഇതിപ്പോ ഞാൻ എവിടെന്നാ തുടങ്ങി, അങ്ങനെ ഒരു മൊമെന്റ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? തുടങ്ങി വെച്ചിട്ട് ലൈക്ക് അവസാനം എത്തുമ്പോഴത്തേനും ലൈക്ക് എന്താന്ന് മനസ്സിലാവാത്തൊരു സംഭവം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ലൈക്ക് വിയേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് വിയേർഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ചില സമയത്ത് ഷൂട്ട് ചെയ്യാൻ പോണ സമയത്ത് വല്ല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്. അവിടെ നമ്മളൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ 100% ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്നില്ല, അല്ലെങ്കിൽ മഴ കാരണം മുടങ്ങി. ഈ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മഴ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു വിഷമം അല്ലാതെ വേറെ അങ്ങനെ. പിന്നെ വിഷമം വരുന്നത് ഫുഡ് എടുക്കുമ്പോൾ ഈ കടക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു വിഷമം വരുള്ളൂ. അത് കടക്കാരെന്നെ പറയുമ്പോഴാണ് നമുക്ക് വിഷമം വരിക, അല്ലാതെ ഒന്നും വരാറില്ല. ചിലർ പറയും ഞങ്ങളെ ഉൾപ്പെടുത്താമോ, അല്ലെങ്കിൽ പറയും അടുത്ത വീഡിയോയിൽ ഞങ്ങളെ കൊണ്ടുപോകാമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഒരു ഹാപ്പിയാണ്. അവർ വിളിക്കാറുണ്ട് കേട്ടോ. വിളിക്കുന്ന സമയത്ത് അവരുണ്ടാവാറില്ല, അല്ലെങ്കിൽ കൊണ്ടുപോകും ഞങ്ങള്. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേറി വരുന്നൊരു വ്ളോഗറാണ് അല്ലെ? അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരുപാട് വ്ളോഗേഴ്സും അങ്ങനെ ഒരുപാട് പുതിയ ഐഡിയാസ് വരുന്നൊരു ഇതാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് ചേച്ചി അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു സംഭവത്തിന്? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇൻസ്റ്റയിൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പുതിയ കട തുടങ്ങിയ പെട്ടെന്ന് എല്ലാവരും വന്ന് വീഡിയോ എടുക്കും. അപ്പോ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജോലി കാര്യങ്ങളും എല്ലാം ആയിട്ട് ഏറ്റവും പതിയെ വരുള്ളൂ. അപ്പൊ ഞാൻ തന്നെ പറയും ഈ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയും.
പക്ഷേ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ചിലപ്പോൾ 2 മില്യൺ 3 മില്യൺ ഒക്കെ വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എല്ലാവരും വീഡിയോ ഇട്ട് തീർന്നിരിക്കും, പക്ഷെ നമ്മൾ ഇടുമ്പോൾ അത് എന്താ പറയാ റീച്ച് ആയിട്ടുണ്ട്. അത് അങ്ങനെയാണ്. അത് എനിക്കറിയില്ല ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വേ ഓഫ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ വേ ഓഫ് ആ ഒരു അത് ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടില്ല. എല്ലാവരും ഇട്ടിട്ട് ഞാൻ ഇട്ടുമ്പോഴും എനിക്കും വന്നിട്ടുണ്ട് വ്യൂസ്. അവര് കയറ്റി കൊടുത്ത് മീൻസ് അവരിലും നല്ല റീച്ച് എത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ റീച്ച് ആവുന്നുണ്ട്. ഏറ്റവും അവസാനം ഇട്ട് ഞങ്ങൾ റീച്ച് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൽഗോരിതം എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ യൂട്യൂബിൽ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഇച്ചിരി കൂടി സ്ട്രെസ്ഡ് ആണ്. നമുക്ക് വീഡിയോസ് എടുക്കണം, എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എത്ര ലോങ് വീഡിയോ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്ത് നമുക്ക് ഒരു കണ്ടന്റിന്റെ വിഷമമില്ല. കാരണം ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അവൾ എന്താ ചെയ്യണേ, അപ്പൊ പ്രത്യേകിച്ച് എന്റെ കാര്യത്തില് ഇപ്പൊ എനിക്ക് കുറെ എന്താ പറയാ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആളുകൾ ഡിഗ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈയിടെ ആയിട്ടാണ് ഞാൻ നല്ല എന്താ പറയുക പവർഫുൾ ആയി തിരിച്ചു വന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. അപ്പൊ ആളുകൾ എന്റെ ശത്രുക്കളായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവും, എന്റെ മിത്രങ്ങൾ ഒരിക്കലും കാണാനായിട്ട് വഴിയില്ല. അപ്പൊ അതിലൂടെ അപ്പൊ ഞാൻ വിചാരിക്കുന്നു അവർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഇടും. പക്ഷെ ഏറ്റവും കൂടുതൽ എഡിറ്റിംഗിലും ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ഇൻസ്റ്റയിലാണ്. 1 മിനിറ്റിനുള്ളിൽ നമ്മൾ വീഡിയോ തികയ്ക്കണം. ചിലപ്പോൾ ഒരു 30 മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് അപ്പൊ നമ്മളെ എഡിറ്റ് ചെയ്യാൻ അരുണാണ് സഹായിക്കാറുള്ളത്. അവൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നത് ഈസ്റ്റർ ഇത്രയും മണിക്കൂറുള്ള വീഡിയോ ഇത്രയും കുറച്ച് തന്നല്ലോ അങ്ങനെ. അപ്പൊ നമുക്ക് അതിലെ സ്ട്രെസ് അതിന്റെ ഭാഗത്ത് അങ്ങനെ പോകുന്നുണ്ട്. രണ്ടും കൂടി അങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പവർഫുൾ ആയിട്ട് വരികയാണ്, കുഴപ്പമില്ലാണ്ടൊക്കെ പോണു. അപ്പോ ചേച്ചി പറഞ്ഞല്ലോ, അതായത് ഇപ്പോ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം, അങ്ങനെ ഒരു കൾച്ചർ ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ വന്നു കഴിഞ്ഞു. അതായത് ആൾക്കാർ ഇപ്പൊ മോസ്റ്റ്ലി വിശ്വസിക്കുന്നത് ഈ ഒരു സംഭവത്തിലാണ്. എന്താണോ ട്രെൻഡിങ്, അല്ലെങ്കിൽ എന്താണോ യൂട്യൂബേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണോ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത്, അതാണ് സത്യം. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലൈക്ക് അതാണോ റിയാലിറ്റി, അതോ ആക്ച്വൽ റിയാലിറ്റി ഡിഫറെന്റ് ആണോ? അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ശരിയാണ്. കാരണം എന്റെ വീഡിയോസിന് താഴെ വന്നിട്ട് ഇപ്പൊ ഒരു ഫുഡ് തന്നെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താഴെ വന്നിട്ട് പറയും, നിന്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പോയി കഴിച്ചിട്ട് ഞാൻ 3 ദിവസം ബാത്റൂമിൽ നിന്ന് എണീറ്റിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഫുഡാണ് അതൊരു എന്താ പറയാ അതൊരു എന്താ പറയാ ഇപ്പൊ ഇന്ന് വെക്കുന്ന ഇതാവില്ല നാളത്തെ ഒരു ഐറ്റംസ് വരിക. അപ്പൊ ഞാൻ കഴിക്കുന്ന അന്ന പോലെ ആവില്ല വേറൊരു ദിവസം അവർ പോയി കഴിക്കുമ്പോൾ. അപ്പൊ പല രീതിയിലായിരിക്കും അതിന്റെ ഒരു ഇത് കൺസിസ്റ്റൻസി അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. എന്റെ വീഡിയോ കണ്ടു പോയിട്ട് അത് വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത് അവരുടെ ഒരു ചിലപ്പോൾ അവര് രാത്രി കഴിക്കുന്ന ഫുഡായിരിക്കും, അപ്പൊ രാവിലെ കഴിച്ച ഏതെങ്കിലും ഫുഡിൽ നിന്ന് വന്നിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. പക്ഷെ അവർ അടച്ചങ്ങടെ ആക്ഷേപിക്കും, നീ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് എന്ന് പറയും. പിന്നെ കുറെ റിവ്യൂസുകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പൊ അവര് വന്നിട്ട് പറയാറുണ്ട് ഞാൻ പറയുന്നത് ഫേക്ക് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് റിവ്യൂസ് ഇടാണെങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഇട്ടിട്ടുള്ളൂ. വേറെ പ്രൊമോഷൻസ് ഇടല് ഭയങ്കര കുറവാണ് യൂട്യൂബില്. അപ്പൊ അത് അവരുടെ സ്കിൻ ഡിഫറൻസ് ആയിരിക്കും ഇപ്പൊ റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ അതൊക്കെ അവരെ എങ്ങനെ നേരിടേണ്ടത്, അത് നമ്മൾ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയാറുണ്ട് ഇങ്ങനെ സ്കിന്നുള്ളവർ ഉപയോഗിക്കണം ഒക്കെ. അപ്പൊ അവര് അതൊന്നും നോക്കാതെയും ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാറുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും വരാറില്ല അല്ലെ. പാറു ഭയങ്കര അവള് കുറച്ചു നേരം ഇരിക്കുള്ളൂ, കുട്ടികളായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണല്ലേ പാറു. എന്തേ പറു. അപ്പോ ചേച്ചി ഇപ്പോ ചേച്ചിയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റില് ചേച്ചി ഇന്ന് ഇവിടെ ഈ ഇന്റർവ്യൂല് വന്നിരിക്കുമ്പോ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇനി എമേർജ് ചെയ്ത് വരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടും ബ്ലോഗേഴ്സിനോടൊക്കെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അത് എന്റെ ഒരു യൂട്യൂബ് ജേർണി കറക്റ്റ് ഒരു എക്സാമ്പിൾ ആയിരിക്കും. കാരണം തുടങ്ങിയപ്പോ ആരും സപ്പോർട്ട് ഇല്ല, ഇപ്പോഴും സപ്പോർട്ടൊന്നും ഇല്ല. അപ്പൊ സപ്പോർട്ട് ഇല്ലാതെ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് നോർമലി ഇങ്ങനെ പതിയെ അവിടെ നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഉയർത്തെണീറ്റ് വരിക. പ്രത്യേകിച്ച് ഇങ്ങനെ മൂച്ചിങ്സ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും പ്രത്യേകിച്ച് ആരും സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നത്. അപ്പൊ എന്റെ കസിൻസ് ഒക്കെ പറയാറുണ്ട് അവള് പൈസ അത് നമ്മൾ എങ്ങനെ നോർമലി ട്രാവലിംഗ് പോണ വീഡിയോസ് ഞാൻ ഇട്ടുണ്ടാവും. അപ്പൊ അവള് പൈസ മുടിക്കാനാണ് പോകുന്നത്, അങ്ങനെ എന്റെ പൈസ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വിഷമാവും. പിന്നെ വീണ്ടും നമ്മൾ പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലർ പറയും ഓ കുറെ പൈസ വന്നോള്, അവള് അത് ദൂർത്തടിച്ച് കിടക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ക്രിട്ടിസൈസ് ചെയ്യും കുറെ പേര്. അപ്പൊ അതൊക്കെ നന്നായി നേരിടണം. പിന്നെ എന്താ പറയാ ഒരു മദർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെന്താണ് മകളെ സിംഗിൾ ആയിട്ട് വളർത്തുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പതിയെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും. അപ്പൊ നമ്മൾ യൂട്യൂബ് തഴയും, പിന്നെ വീണ്ടും വരും. അപ്പൊ യൂട്യൂബ് കുറച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നിർത്തി പോകരുത്. അതാണ് പുതിയ യൂട്യൂബേഴ്സിന് പറയാനുള്ളത്. പിന്നെ എല്ലാവരും ചെറിയ ഇട്ടപ്പ് തന്നെ പൈസ കിട്ടും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അതൊരിക്കലും വരില്ല. നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആയി ഇടണം. അപ്പൊ യൂട്യൂബിന് ഇഷ്ടം. ചിലപ്പോൾ നമ്മൾ നല്ല കണ്ടന്റ് ഒക്കെ എഴുതി വീഡിയോസുകൾ ചിലപ്പോൾ ഹിറ്റ് ആവില്ല. നമ്മൾ ചുമ്മാ ഇടുന്ന വീഡിയോസോ ഹിറ്റ് ആവും. അപ്പൊ നമ്മൾ മെന്റലി അതെന്ത് കഷ്ടം എന്നുള്ള രീതി വരും. പിന്നെ വലിയ എന്താ പറയാ ഫിലിം സ്റ്റാർസ് ഒക്കെ വീഡിയോസ് ഒന്നും ഇടുമ്പോഴേക്കും നല്ല ഹിറ്റ് ആയിട്ട് അത് കണ്ടിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ 20 വ്യൂ 100 വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഹൈപ്പ് ചെയ്ത് താഴ്ന്ന് ഉയർന്നൊക്കെ പോകണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ എന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ
ഇങ്ങനെ എന്താ പറയാ നിർത്താണ്ട് ഇട്ടിട്ട് പോകണം. അപ്പോൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനിയും ഞാൻ ഇടണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇന്റർവ്യൂവിന് വരുമ്പോൾ കുറച്ചും കൂടി നല്ല വലിയ യൂട്യൂബർ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച് ചേച്ചി. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു. ചേച്ചിയുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമും ചേച്ചിയുടെ ജേർണിയും ഒക്കെ അവിടെ ഷെയർ ചെയ്തതിന് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇട്ട് നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. So yeah, that's it guys. This is Darshana signing off from Stories of My Choice. Ta-da! Hi, it's me Alima and Parakutti here. This is our choice.